ആദ്യത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക. സംഘടനകളും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളാണെന്നിട്ടുള്ള നമുക്കറിയാം. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ആരാണ് ഇതിൽ? ഭഗത് സിംഗ് ആണ്. ഗദ്ദാർ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആരാണ്? ലാല ഹർദയാലാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ ആർമി ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. അതുപോലെ ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അപ്പോൾ ഏതാ വരിക? 1 ഏതാ വരിക? 1 2 ആണ് വരിക. 1 2 2 3 ആണ് വരിക. 2 3 അല്ലേ? അത് സെയിം ആണ്. 3 ഏതാ വരിക? 3 1 ആണ് വരിക. അപ്പോൾ 3 1 അല്ല, 3 ഏതാ വരിക? 1 ആണ്. അപ്പോൾ ഏതാണ് ഉത്തരം വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി. ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡായിരിക്കണം. ഇതൊരു കറണ്ട് അഫെയർ ആണ്. ഇപ്പം നിർമ്മല സീതാരാമൻ 2025 ഫെബ്രുവരി 1 അവതരിപ്പിച്ച തുടർച്ചയായ എത്രാമത്തെ ബജറ്റാണ്? 8ാമത്തെ ബജറ്റാണ്. അതുകൊണ്ട് ആരാണ് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ആരാണ് തുടർച്ചയായിട്ട്? അത് നിർമ്മല സീതാരാമനാണ്. അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 3ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര്? അല്ലെ, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഓപ്ഷൻ ഡി ആണ്. ചേറ്റൂർ ശങ്കരൻ നായരാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ എന്ത് ചെയ്യുക? കാലഗണനാ ക്രമത്തിലാക്കുക എന്നാണ് പറഞ്ഞിട്ടില്ലേ. അപ്പം നമുക്ക് കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം, കുണ്ടറവിളംബരം. കുളച്ചൽ യുദ്ധം എപ്പോഴാണ്? 1741. ആറ്റിങ്ങൽ കലാപം 1721. ശ്രീരംഗപട്ടണം സന്ധി എപ്പോഴാണ്? 1792. കുണ്ടറവിളംബരം എപ്പോഴാണ്? 1809. അപ്പോൾ ആദ്യം വരിക 1721 ആറ്റിങ്ങൽ കലാപം അല്ലേ. അപ്പോൾ ഏതാ വരിക? 2 ആണ് എന്ത് ചെയ്യുക? ആദ്യം വരിക. 2 ആണ് ആദ്യം വരിക. പിന്നെ അതിനുശേഷം 1 കുളച്ചൽ യുദ്ധം 1741. അതിനുശേഷം 3 ആണ് വരിക. ഏതാണ്? ആറ്റിങ്ങൽ ശ്രീരംഗപട്ടണം സന്ധി 1792. ലാസ്റ്റ് ആണ് എന്ത് വരിക? കുണ്ടറവിളംബരം. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുക? ഉത്തരം വരിക. അടുത്ത ക്വസ്റ്റ്യനും അത് തന്നെയാണ്. ചേരുംപടി ചേർക്കാനാണ് അടുത്ത ക്വസ്റ്റ്യനും പറഞ്ഞിട്ടുള്ളത്. എന്താണ്? അപ്പം അതിൽ എന്താണ്? 1ാം ലോക മഹായുദ്ധം അല്ലേ. 1ാം ലോക മഹായുദ്ധം ഏതാ വരിക? 1ാം ലോക മഹായുദ്ധം ഏതാ വരിക? ത്രികക്ഷി ആണോ? 1ാം ലോക മഹായുദ്ധത്തിൽ ഏതാ വരിക? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദമാണ് വരിക. അല്ലെ, ത്രികക്ഷി ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദം വരും. 2ാം ലോക മഹായുദ്ധം ഏതാ വരിക? 2ാം ലോക മഹായുദ്ധം ഏതാ വരിക? 2ാം ലോക മഹായുദ്ധം വരിക എന്താണ്? ഈ പറഞ്ഞ അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും വരും. അതുപോലെ തന്നെ എന്താണ് അടുത്തെന്താ വരിക? ഹിറ്റ്ലർ ഏതാ വരിക? അതിൽ ഹിറ്റ്ലർ ഏതാ വരിക? ഹിറ്റ്ലർ ഏതാ വരിക? ഹിറ്റ്ലർ ഏതാ വരിക? ഹിറ്റ്ലർ ഏതാ വരിക? ഹിറ്റ്ലർ ഏതാണ്? എന്താണ്? തവിട്ട് കുപ്പായക്കാരാണല്ലോ ഹിറ്റ്ലർ. അതുപോലെ ബെനിറ്റോ മുസോളിനി ഏതാണ്? കരിങ്കുപ്പായക്കാരാണ്. സ്ഥിരമായിട്ട് ബ്ലാക്ക് ഷർട്ട് അല്ലേ. ബ്ലാക്ക് ഷർട്ടും ബ്രൗൺ ഷർട്ടും അല്ലേ. അപ്പോൾ ഏതാ ഉത്തരം വരിക? ഉത്തരം വരിക അതാണ് ഓപ്ഷൻ എ ആണ്. 5ാമത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനും എന്ത് തന്നെയാണ്? ചേരുംപടി ചേർക്കാനാണെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യനാണ് ചേരുംപടി ചേർക്കാൻ പറഞ്ഞിട്ടല്ലേ. അതിന് ഉത്തരം ഏതാ വരിക? ഇത് സിമ്പിളാണ് അല്ലേ. 6ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരിക? നമുക്കറിയാം എന്താണ്? മിറാത്ത് ഉൽ അക്ബർ ആരാണ്? മിറാത്ത് ഉൽ അക്ബർ ആരാണ്? അത് രാജാറാം മോഹൻ റോയ് ആണ് അല്ലേ. കേസരി മറാത്ത ആരാണ്? ബാലഗംഗാധര തിലകാണ്. കോമൺവെൽത്ത് ആരാണ്? ആനി ബസന്റ് ആണ്. യങ് ഇന്ത്യ ആരാണ്? ഗാന്ധിജിയാണ് അല്ലേ. അപ്പോൾ 1 ഏതാ വരിക? 1 ഏതാ വരിക? 1 ഏതാ വരിക? 1 4 ആണ്. 2 ഏതാ വരിക? 2 1 ആണ്. 1 4 2 1. 3 ഏതാ വരിക? 3 ഏതാ വരിക? 3 അല്ലേ. കോമൺവെൽത്ത് ഏതാണ്? 3 2 വരിക. അപ്പോൾ ഏതാ ഉത്തരം വരിക? 3 2 വരിക. ഏതാണ് ഉത്തരം വരിക? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 7ാമത്തെ ക്വസ്റ്റ്യൻ, 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളെ പ്രഖ്യാപിച്ചു. ഇതിൽ ഏതാണ്? കൊല്ലം ടു കോട്ടപ്പുറം അല്ലെ. കേരളത്തിലുള്ള ഏക ദേശീയ ജലപാതയാണ്. അതേതാ വരിക? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. അതാണ് കൊല്ലം ടു കോട്ടപ്പുറം വരുന്ന ഏതാണ്? ഏതാണ്? NW3 ആണ്. അടുത്ത മരണാന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാളിയാണ് നമ്മളെ MT. നമ്മൾ കറണ്ട് അഫെയർ ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചാണ്. ആരാണ്? MT വാസുദേവൻ നായരാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഏതാണ്? ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക ഭാഗം പറഞ്ഞ ഏതാണ്? മാംഗോ ഷവറാണ്. അതായത് മൺസൂണിൻ്റെ തുടക്കം അല്ലെങ്കിൽ ഈ പറഞ്ഞ വേനലിൻ്റെ അവസാനം വീശുന്ന കാറ്റാണ് ഏത്? ഈ പറഞ്ഞ മാംഗോ ഷവർ അല്ലേ. അതാണ് ഇത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹിലിയൻ എന്നറിയപ്പെടുന്ന ദിനം ഏതാണെന്ന് ചോദിച്ചതാണ്. അത് ഓപ്ഷൻ ഏതാണ്? ഒരു ഓപ്ഷൻ ഡി അല്ലേ. മാർച്ച് 21 ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന വകുപ്പുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണെന്ന് വെച്ചാൽ എന്താണ്? ബന്ധമില്ലാത്തയാണ്. എന്താണ്? ബന്ധമില്ലാത്തയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതാ വരിക?
നദികളുടെ ഉത്ഭവപ്രവേശം അത് ശരിയാണ്. അതുപോലെ തന്നെ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കുന്നു, അതും ശരിയാണ്. ഉഷ്ണകാലത്ത് തെക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിന് ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു പറഞ്ഞാൽ തെറ്റാണ്. ഇന്ത്യയിലേക്ക് കടക്കാൻ അനുവദിക്കുന്നത്. നമ്മുടെ തെറ്റായ പ്രസ്താവന വെച്ചാണ് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളികളും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങളേറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായത് എന്ത് ചെയ്യുക, കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നം, അത് ശരിയാണ്. ധാരാളം ലോഹധാതുക്കള സമൃദ്ധമാണ്, അതും ശരിയാണ്. ഉപദ്വീപീയ ഭൂമിയെ വടക്കൻ പീഠഭൂമി പ്രദേശം മധ്യ, അതും ശരിയാണ്. അപ്പം എന്താണ് തെറ്റായത് ഏതാ വരിക? 12ാമത്തെ ആൻസർ എന്താണ്? എക്കൽ വിശറികളല്ല ഇവിടെ സമ്പന്നം, അതൊന്നും ഓർത്തിരിക്കുക. പൊതുവായിട്ട് കറുത്ത മണ്ണൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത് അല്ലേ. ഹോട്ടൽ വ്യവസായം ഇത് കഴിഞ്ഞ് ഈ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടല്ലോ, ഹോട്ടലുകൾ ഏതാണ് നമ്മളെ എക്സൈസിൻ്റെ എക്സാമിന് ചോദിച്ചത്. ഹോട്ടൽ വ്യവസായം ഏതാ വരിക? അത് സേവന മേഖലയാണ്, സേവനാണല്ലോ വരിക. അപ്പം എന്താണ്? ഓപ്ഷൻ സി ആണ്. എന്താണ്? തൃതീയ മേഖലയാണ് വരിക. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ്, അത് ശരിയാണ്. എക്കൽ മണ്ണാണ് വേണ്ടത്, അതും ശരിയാണ്. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശം കൃഷി, അതും ശരിയാണ്. ഇതൊരു ഖാരിഫ് വിളയാണ്, അതും ശരിയാണ് അല്ലേ. അപ്പോൾ ഏതാ വരിക ആൻസർ? ഏതാ വരിക? ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓൾ ദി എബു ആണ് ആൻസർ വരിക. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണെന്ന് വെച്ചാൽ ആധുനിക സാങ്കേതികത ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ, അത് ശരിയാണ്. ഭക്ഷ്യോൽപാദനം ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു, അതും ശരിയാണ്. ജലസേന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശികൾ ഉപയോഗിച്ചു, അതും ശരിയാണ്. തെറ്റായിട്ടാണ് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്തല്ല തുടക്കം കുറിച്ചത്. ഏതാണ് തുടക്കം കുറിച്ചത്? ഏതാണ്? 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് തുടക്കം കുറിച്ചത് അല്ലേ. അതാണ് 3. അപ്പോൾ ഇതാണ് എന്ത് വരിക? തെറ്റ് വരിക. ഇതാണ് എന്ത് വരിക? തെറ്റ് വരിക. അപ്പോൾ ഏതാണ്? 1, 2, 3 ശരിയാണ്. അതേപോലെ 4 എന്താണ്? തെറ്റാണ്. അപ്പോൾ ഇതാണ് എന്ത് വരിക? ഓപ്ഷൻ സി ആണ് എന്ത് വരിക? ഇതിൻ്റെ ആൻസർ 4 എന്താണ്? തെറ്റാണ് അല്ലേ. അതൊന്ന് ഓർത്തിരിക്കാം. അടുത്ത കേരള മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 10ാം പഞ്ചവത്സര. കേരള മോഡലിലാണ് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലെ സർക്കാർ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുന്നതിനാണ് നമ്മളെന്ത് പറയുക? എന്താണ്? സ്വകാര്യവൽക്കരണം എന്ന് പറയുക. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം അല്ലെ, കഴിഞ്ഞ എക്സാമിനും ചോദിച്ച ക്വസ്റ്റ്യനാണ്. ആരാണ് അവതരിപ്പിച്ച? ഇന്ത്യക്കാരാണ്, ദാദാബായ് നവറോജി ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എക്സാമിൻ്റെ അതേ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നിയത്. കാരണം ഇതിന് സെയിം ഓപ്ഷനാണ് കഴിഞ്ഞ എക്സാമിന് തന്നിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ 4 പേര് തന്നെയാണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ആരംഭിച്ച സംവിധാനമാണ് ഇത് നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ പ്രത്യേകിച്ച് ഒരു എക്കണോമിക്സ് വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ എക്സാമിന് ചോദിച്ചത്. എല്ലാവർക്കും എക്കണോമിക്സ് എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്കണോമിക്സ് എന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആധാരാണ്. ലോർഡ് റിപ്പൺ ആണ്. നമ്മൾ ഹിസ്റ്ററി ഭാഗത്ത് പഠിക്കുന്നതാണ് ലോർഡ് റിപ്പൺ. അതുപോലെ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കി, അത് കറണ്ട് അഫെയർ ആണ് അല്ലെ, ഉത്തരാഖണ്ഡാണ് അല്ലെ. അടുത്താണ് എന്താണ് ഈ ഉത്തരാഖണ്ഡിൽ എന്ത് നടപ്പിലാക്കിയ? യൂണിഫോം സിവിൽ കോഡ് അല്ലെ, ആർട്ടിക്കിൾ 44 പ്രകാരമുള്ള യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കി അല്ലെ. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി, ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രിയാണ് ആരെന്ന് പറഞ്ഞാൽ പുഷ്കർ സിംഗ് ധാമി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. ഇതെടുത്ത് മേ ബി കുറച്ച് ആൻസർ ചെയ്യാൻ പാടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 3ാം മോഡി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത ഏക ക്യാബിനറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് പാർലമെൻ്ററി കാര്യം, അതായത് ഓപ്ഷൻ ബി ആണ്. എന്താണ്? ഓപ്ഷൻ ബി ആണ് വരിക. അതുപോലെ തന്നെ ഇനി നമുക്ക് ഭരണഘടന ഭാഗത്തുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. ഭരണഘടന 6 മുതൽ 14 വയസ്സിലുള്ള കുട്ടികൾക്ക് സൗജന്യവുമായ നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും മാതാപിതാക്കളുടെ കടമ എന്നാൽ മൗലിക കടമയിൽ കൂട്ടിച്ചേർത്താണല്ലേ. ഏതാ വരിക? ഏതാണ് 11ാമത്തെ മൗലിക കടമയായിട്ട് കൂട്ടി? ഏതാണ്? ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ 23 ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരിക. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടന കരട് രേഖ നിർമ്മിച്ചത്? അതായത് ഇത് ആക്ച്വലി ഇത് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മൾ നെഹ്റു റിപ്പോർട്ടാണ്. 28ത്തെ നെഹ്റു റിപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നെഹ്റു റിപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ആരാണ്? അതിൻ്റെ നേതൃത്വം നൽകിയാരാണ്? ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ് അല്ലെ. ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. 25 ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതെന്ന് വെച്ചാൽ എന്താണ്? രാഷ്ട്രത്തിൻ്റെ അധികാരം, രാഷ്ട്രത്തിൻ്റെ പേര്, ഇതൊക്കെ ഉണ്ട്. ഏതാ ഇല്ലാത്തത്? ഓപ്ഷൻ ബി ആണ്, രാഷ്ട്രത്തലവൻ്റെ പേര്. 26ാമത്തെ വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അത് നമ്മൾ എന്താണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ആർട്ടിക്കിൾ 40 ആണ് അല്ലെ. പഞ്ചായത്തുകളുടെ രൂപീകരണം ആർട്ടിക്കിൾ 40 ആണ്. 26 ഏതാ വരിക? സി ആണ് വരിക. 27ാമത്തെ ക്വസ്റ്റ്യൻ. 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഇത് ചിലപ്പോൾ അധികം ആൾക്കാരൊന്നും പഠിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണല്ലേ 27ാമത്തെ. അപ്പോൾ ഏതാ വരിക? പാർലമെൻ്ററി വകുപ്പ് മന്ത്രിയാണ് ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ്, അത് ശരിയാണ്. അതുപോലെ പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ
ചെയർമാനാണ് ഡോക്ടർ ബിബീഷാണ്. അതും ശരിയാണ്. അത് കറണ്ട് അഫയേഴ്സ് ഒക്കെ അത്രയും നന്നായിട്ട് പഠിച്ചവർക്ക് അത് കിട്ടുള്ളൂ. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു അംഗമാണെന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. അപ്പോൾ ഏതാണ് വരിക? 27 എന്താണ്? 1ഉം 2ഉം മാത്രമാണ് ശരി. അപ്പോൾ ഏതാണ് ഉത്തരം വരിക? ഓപ്ഷൻ എ ആണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് എന്ത് ചെയ്യുക? ആൻസർ വരിക. 28ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ശരിയായ പ്രസ്താവന ഏതെന്നാണ്? അല്ലെ, ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ മനോജ് കുമാറാണ്. ശ്രീ മനോജ് കുമാറാണ്. അത് ശരിയാണ്. ബാലാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എറണാകുളത്തല്ല, അതെവിടെയാണ്? തിരുവനന്തപുരത്താണ് വരിക. അല്ലെ, തിരുവനന്തപുരത്താണ് വരിക. അതുപോലെ തന്നെ അതപ്പോൾ തെറ്റാണ്. അല്ലെ, രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്? സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണമെന്ന് അന്വേഷിച്ചത്, അതെന്താണ്? ശരിയാണ്. അപ്പോൾ ഏതാ വരെ? 28ാമത്തേന് ആൻസർ ഏതാ വരെ? 28 ഓപ്ഷൻ എന്താണ് വരിക? 28ാമത്തേന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ ജംദാർ ആണ്. അല്ലേ, അത് ശരിയാണ്. അതുപോലെ തന്നെ ഹൈക്കോടതി ആസ്ഥാനം എറണാകുളത്താണ്, അതും ശരിയാണ്. അല്ലേ, ഹൈക്കോടതി ഒരു ബെഞ്ച് ഒരു തിരുവനന്തപുരത്ത് ഒരു ബെഞ്ച് പ്രവർത്തിക്കുന്നത്, അത് ശരിയല്ല. ആ പ്രസ്താവന നിലവിൽ അങ്ങനെ ഒരു ബില്ല് അവതരിപ്പിച്ചേ ഉള്ളൂ ശശി തരൂർ, പക്ഷേ ആ ബില്ല് എന്ത് ചെയ്തിട്ടില്ല? നിലവിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ പ്രസ്താവന നിലവിൽ എന്താണ്? തെറ്റാണ്. അപ്പോൾ ഏതാണ് വരിക? 1ഉം 2ഉം ആണ് ശരി വരിക. 1ഉം 2ഉം ആണ് ശരി. 1ഉം 2ഉം ശരി കൊടുത്തിട്ടുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 30ാമത്തെ ക്വസ്റ്റ്യൻ, തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് വെച്ചാൽ തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒന്നാണ് തദ്ദേശ ഗവൺമെൻറ്റുകളെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പെടുന്നത് എന്താണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആർട്ടിക്കിൾ 243 ഒക്കെ നമ്മൾ പഠിക്കുന്നത്. അല്ലേ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പ്. അത് തെറ്റാണ്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന 5 വർഷത്താണ്. അതിൻ്റെ കാലാവധി 5 വർഷം. അപ്പോൾ 1ഉം 3ഉം എന്താണ്? ശരിയാണ്. 1ഉം 3ഉം എന്താണ്? ശരിയാണ്. അപ്പോൾ ഏതാ വരിക? 1ഉം 3ഉം ശരി. 30 ഏതാ വരിക? ഓപ്ഷൻ സി ആണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ അതായത് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 31ാമത്തെ. അപ്പോൾ എന്താണ്? ഒന്നാമത്തെ എന്താണ്? കമ്മീഷൻ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് ആണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. അല്ലേ, അതുപോലെ തന്നെ 5 വർഷമാണ് കമ്മീഷൻ്റെ കാലാവധി, അതും എന്താണ്? ശരിയാണ്. 5 വർഷമാണ് കാലാവധി, അതും ശരിയാണ്. അതുപോലെ തന്നെ എന്താണ്? സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. കാരണം ഈ പറഞ്ഞ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചുമതല സംസ്ഥാന ഗവൺമെൻറ് ഇതല്ല, അത് കേന്ദ്ര ധനകാര്യ കമ്മീഷനാണ് ചെയ്യുക. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ആർട്ടിക്കിൾ 243 നമ്മളെ പഞ്ചായത്തി രാജ് നിയമത്തിലാണ് അതിനെപ്പറ്റി പറയുന്നത്. അതുകൊണ്ട് ഈ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഇത് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് വാങ്ങാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ 1ഉം 2ഉം മാത്രമേ എന്ത് വരൂ? ഇതിൽ ശരിയായിട്ട് വരുള്ളൂ. അതെന്താണ്? അതുകൊണ്ട് എന്താണ്? ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം. ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഒന്ന്, സംസ്ഥാന ലിസ്റ്റിലെ കൃഷിയും പോലീസും ശരിയാണ്. അതുപോലെ തന്നെ തദ്ദേശ ജയിലും തദ്ദേശ ഗവൺമെൻറ് ശരിയാണ്. പക്ഷേ ഇത് വിദ്യാഭ്യാസവും വനവും നമുക്കറിയാം അതെന്താണ്? കണക്കറിൻ്റെ ലിസ്റ്റിലാണ്. അല്ലേ, 42ാം ഭേദഗതിയിലൂടെ അത് സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കണക്കറിൻ്റെ ലിസ്റ്റിലേക്ക് മാറ്റി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നില്ലേ? അപ്പോൾ ഏതാണ് ഉത്തരം വരിക? 32ാമത്തെ ആൻസർ എന്താണ്? 1ഉം 2ഉം. 32 എന്താ വരിക? അപ്പോൾ 32 എ ആണ് ഉത്തരം. 33ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. ഒന്നെന്താണ്? 33ാമത്തെ ഒന്നെന്താണ്? പി സതീദേവിയാണ് ചെയർപേഴ്സൺ. അത് ശരിയാണല്ലേ, പി സതീദേവിയാണ് അതിൻ്റെ ചെയർപേഴ്സൺ. അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ ആസ്ഥാനം പട്ടം തിരുവനന്തപുരത്താണ്, അതും ശരിയാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരം, അത് ശരിയാണ്. കാരണം ഈ വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ദേശീയ വനിതാ കമ്മീഷൻ വന്നത് കേന്ദ്രത്തിലെ ആക്ടാണ്, കേന്ദ്ര വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ്. പക്ഷേ അതിനുശേഷം സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നതാണ് കേരള സംസ്ഥാനം, ഈ പറഞ്ഞ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. അതുകൊണ്ട് ആൻസർ ഏതാ വരിക? ഓൾ ദി എബോവ് ആണ്. 33ാമത്തെ ആൻസർ എന്താണ്? ഓൾ ദി എബോവ്. 33 ഡി ആണ് ആൻസർ വരിക. 34ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യരിൽ ക്രോമോസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാവും. അതുപോലെ ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമോസോം നമ്പർ 14 ജീനിലെ തകരാറ് മൂലം രൂപപ്പെടുന്നു. ഈ ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ശരിയാണ്. ഈ രണ്ടാമത്തെ ഈ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ആൻസർ? 34ാമത്തെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ എ ആണ്. 1 ശരി, 2 തെറ്റാണ് വരിക. അടുത്ത, പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കുകളിൽ പുതുതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ, വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ്? ഏതാണ്? ഇത് കറണ്ട് അഫെയർ ആണല്ലോ. ഏതാണ്? ചിത്രശലഭമാണ്. ഏതാണ്? ചിത്രശലഭം. 36ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യനിലെ
ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സ്ഥാപിക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. അതും എന്താണ്? ശരിയാണ്. ഈ രണ്ട് പ്രസ്താവനയും എന്താണ്? ശരിയാണ്. അസ്ഥി വ്യവസ്ഥയും പേശി വ്യവസ്ഥയും ആണല്ലേ. അപ്പോൾ അത് രണ്ടും ശരിയാണ്. എന്താണ്? രണ്ടും ശരി. അപ്പോൾ 36 എന്താ വരിക ആൻസർ? 36 ആൻസർ എന്താ വരിക? 36 A ആണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ ജോഡികൾ കണ്ടെത്തുക. പോഷകങ്ങളും ഇതിന് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മാച്ച് ചെയ്യാനുള്ള ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? അതേതാണ് ശരിയായ ജോഡി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 37ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ്? സൂക്രോസ് കരിമ്പ്, അത് ശരിയാണല്ലോ. സൂക്രോസ് കരിമ്പ് അത് ശരിയാണ്. അതുപോലെ തന്നെ എന്താണ്? വിറ്റാമിൻ എണ്ണക്കുരുക്കളിൽ നിന്നാണ് വിറ്റാമിൻ കിട്ടാല്ല. അത് എണ്ണക്കുരുക്കളിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കൊഴുപ്പാണ് വേണ്ടത്. അത് തെറ്റാണ്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്? മാംസ്യം, പയറുവർഗ്ഗങ്ങൾ പ്രധാനമായിട്ടും മാംസ്യം കിട്ടും. അതും എന്താണ്? തെറ്റാണ്. ധാന്യങ്ങളിൽ നിന്ന് കിട്ടുന്നത് കൊഴുപ്പാണോ? അല്ല അല്ലേ. അപ്പോൾ എന്താണ്? ധാന്യങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ ഏതാണ്? 1 ശരിയാണ്, 3 ശരിയാണ്. ഓപ്ഷൻ എ ആണ്. 1, 3 ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 38ാമത്തെ ക്വസ്റ്റ്യൻ, ദഹന വ്യവസ്ഥയുടെ ഏതു ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? അല്ല, അത് നമുക്കറിയാം. 38 ഏതാണ് വരിക? ബി ആണ് ആൻസർ. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാണ് ഇതിൽ? ബാക്കി പ്രമേഹവും ഫാറ്റി ലിവറും പക്ഷാഘാതമൊക്കെ ജീവിതശൈലി രോഗമാണ്. ഇതൊക്കെ CRTയിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ഏതാണ്? ഹീമോഫീലിയ ജനിതക എന്താണ് ഈ പറഞ്ഞ പാരമ്പര്യ രോഗമാണ് അല്ലെ ഹീമോഫീലിയ. അത് തെറ്റാണ്. ഓക്കെ. 40ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ ജോഡിയാന്ന് ചോദിച്ചാൽ ലെപ്റ്റോസ്പൈർ എന്താണ്? എലിപ്പനിയാണ്. ലെപ്റ്റോസ്പൈർ ഹെമറേജ് അല്ലെ എലിപ്പനിയാണ്. HIV എന്ന് പറഞ്ഞാൽ എന്താണ്? എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. മൈക്രോബാക്ടീരിയം തെറ്റാണ്. എയ്ഡ്സ് അല്ല, അതൊക്കെ തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഫൈലേറിയൽ വിരിയാണ് എന്ത് വരിക? മന്ത് എന്താണ്? ഫൈലേറിയൽ. അത് മാത്രമാണ് അതിൽ ശരിയായ ജോഡി ഉള്ളത്. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബെർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ എവിടെയാണ്? 41ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? മേഘാലയാണ്. ഏതാണ്? മേഘാലയ. ഓക്കെ. അടുത്ത, ലോകത്തിലെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ 42 ഏതാമതാണ് ആൻസർ? അത് ചൈനയാണ്. ഏതാണ്? ചൈനയാണ് ഉത്തരം വരിക. അത് താഴെ കൊടുത്തിട്ടുള്ള ഏറ്റവും തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? തരംഗ ദൈർഘ്യം കൂടിയ പ്രകാശം ഏതാണ്? നമ്മൾ വെബ്ജിയോറൊക്കെ പഠിക്കുമല്ലോ. ഏതാണ് തരംഗ ദൈർഘ്യം കൂടിയ പ്രകാശം എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് നീലയാണ്. ഏതാണ്? നീലയാണ്. ഏതാണ്? നീല. ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയ പ്രകാശം ഏതാണ്? 43 A ആണ്, നീല. മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. ഏതാണ്? ഉയർന്ന മർദ്ദമാണ്. ഓപ്ഷൻ ഡി ആണ്. സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് അതിനെ പറയാം? നമ്മൾ സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബം എന്ത് പറയും? ഡാഷ് അല്ലേ. ഏതാണ്? 45 ഏതാണ്? മിഥ്യാപ്രതിബിംബമാണ്. ഏതാണ്? മിഥ്യാപ്രതിബിംബമാണ്. അടുത്തെന്താണ്? നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ഏതാണ്? നാസയാണ് അല്ലെ. നാസേൻ്റെ ആണ് അല്ലേ. ഓക്കെ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി. ഇതൊക്കെ സിമ്പിളായിട്ട് വെറുതെ ഒരു ക്വസ്റ്റ്യൻ വേസ്റ്റ് ആയി എന്നുള്ളൂ. എന്താണ്? എല്ലാവർക്കും കിട്ടുമല്ലോ. ഏതാണ്? 48 ഏതാണ്? 47 ഏതാണ്? ഡി ആണ്. നിർമ്മല സീതാരാമനാണ്. 48ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ്വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? വ്യാപ്തം എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു അല്ലെ. വ്യാപ്തം എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഇതിൽ രാസമാറ്റം ഏതാ വരിക? എന്നാൽ സ്ഥിരമാറ്റമാണ്. ഐസ് ഉരുകുന്നു, പഞ്ചസാര, ഇതൊക്കെ നമുക്ക് ജലം തിളക്കും, ഇതൊക്കെ നമുക്ക് തിരിച്ചും ചെയ്യാൻ പറ്റുന്നത്. അത് ഭൗതിക മാറ്റമാണ്, സ്ഥിരമാറ്റമല്ല. ഇതിൽ സ്ഥിരമാറ്റം വരുന്നതാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ഇതാണ് എന്ത് വരിക? രാസമാറ്റത്തിന് ഉദാഹരണം. ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവമുള്ളതായി കാണിക്കുന്നത്? നമുക്കറിയാം ആസിഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആ pH വാല്യൂ 7ന് താഴെയാണ് എന്ത് വരിക? ആസിഡ് വരിക. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇതൊക്കെ ഇനി മുകളിലാണ്. 7 to 4 7 7 to 4 0 to 7 അല്ലേ. 7 വരെ, 7ന് താഴെ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശം ചെലവഴിച്ചത് ദിവസങ്ങൾ എത്രയാണ്? 608 എന്നാൽ 675 ദിവസം ബഹിരാകാശം ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണെന്നാണ് ചോദിച്ചത്. ആരാണ്? ഓപ്ഷൻ ആരാണ്? പെഗ്ഗി വിറ്റ്സൺ ആണ്. ആരാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമ്മൾ കറണ്ട് അഫെയർ പറഞ്ഞ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഏതാണ്? പെഗ്ഗി വിറ്റ്സൺ. ഏതാണ്? പെഗ്ഗി വിറ്റ്സൺ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ജയദേവന്റെ ഗീതാ ഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് നമ്മുടെ ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ളിയാണ് അല്ലെ. ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ളിയാണ്. കേരള ഒളിമ്പിക് അസോസിയേഷൻ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് ആര് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് ആര്? വി. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പ് 30 CA എന്നൊക്കെ പറഞ്ഞ ടോപ്പിക്ക് ചെയ്തായിരുന്നു. അതിൽ പറഞ്ഞായിരുന്നു. എന്താണ്? വി സുനിൽകുമാർ. ആരാണ്? വി സുനിൽകുമാർ.
54-ാമത്തെ ക്വസ്റ്റ്യൻ, എക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? അതേ ഓപ്ഷൻ ഡി ആണ്. എവിടെയാണ്? കാസർഗോഡാണ്. അടുത്തത്, രാമായണം ആട്ടക്കഥ രചിച്ചതാരാണ്? രാമായണ ആട്ടക്കഥ രചിച്ചതാരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. അടുത്ത, കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവാരാണ്? അത് ഗുരു ഗോപിനാഥ്. കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട ഒരു ആധുനിക കലാരൂപമാണ് ഇത് കേരള നടനം അല്ലെ. അതിന്റെ ഉപജ്ഞാതാവാരാണ്? ഗുരു ഗോപിനാഥാണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ആരാണ്? പി.ടി. ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ആരാണ്? പി.ടി. ഉഷയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രമാണ്. അടുത്തെന്താണ്? 59-ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സൈബർ IT ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണല്ലേ. ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക. അതിനാണ് നമ്മൾ എന്താ പറയുക? ക്രാക്കിംഗ് എന്ന് പറയുക അല്ലേ. അതുപോലെ തന്നെ അടുത്തെന്താണ്? ഫിഷിംഗ് അല്ലെ. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗത്തിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് എന്ത് ചെയ്യുക? ചോർത്തിയിടുക. അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഫിഷിംഗ്. അതുപോലെ തന്നെ എന്താണ്? സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞതാണ് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്നത് നമ്മൾ എന്താ പറയുക? സൈബർ സ്ക്വാട്ടിംഗ്. അതുപോലെ സൈബർ ടെററിസം എന്ന് പറഞ്ഞാൽ ദേശസാൽക്കൃത സൈബർ സാങ്കേതിക കിട്ടും അല്ലെ. അപ്പോൾ ഏതാണ് ആൻസർ വരിക? 59-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരിക. 60-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. പ്ലോട്ടർ ഇൻപുട്ട് ഡിവൈസ് ആണ്. പ്ലോട്ടർ ഇൻപുട്ട് ആണോ അല്ല ഔട്ട്പുട്ട് ആണോ? അത് തെറ്റാണ്. പ്ലോട്ടർ ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതുപോലെ തന്നെ എന്താണ്? റാം വോളറ്റൈൽ മെമ്മറി, അത് ശരിയാണ്. ഓപ്പൺ ഓഫീസ് ബേസ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്, അത് ശരിയാണ്. അതേപോലെ MICR എന്താണ്? ഇൻപുട്ട് ഡിവൈസ്, അത് ശരിയാണ്. അപ്പോൾ എന്താണ്? 2, 3, 4 അതാണ് ഉത്തരം വരിക. 61-ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 5 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. അതിൽ ശരിയായവ ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് വായിച്ചു നോക്കുമ്പോൾ ഇതിലെല്ലാ പ്രസ്താവനയും എന്താണ്? 61 എന്താണ്? എല്ലാ പ്രസ്താവന 1, 2, 3, 4, 5 എല്ലാം എന്താണ്? ശരിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി. 61 ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അതുപോലെ തന്നെ 62-ാമത്തെ ക്വസ്റ്റ്യൻ, 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടറിൽ 75-ാം സ്ഥാനത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഏതെന്ന് പറഞ്ഞാൽ ഏതാണ് അതിൻ്റെ ആൻസർ വരിക? 62-ാമത്തെ ആൻസർ ഏതാണ്? ഐരാവതാണ്. ഏതാണ്? ഐരാവത്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? അതേതാണ്? E-Cube ആണ്. എന്താണ്? E-Cube. 63 എന്താ വരിക? ഡി ആണ് വരിക. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന ഏത് ആക്ട് പ്രകാരം എന്ന് വെച്ചാൽ നമുക്ക് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ് അല്ലെ. 64 സി ആണ് ഉത്തരം വരിക. അതുപോലെ 65 ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? മധ്യപ്രദേശാണ്. അവിടെയാണുള്ളത് മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 66-ാമത്തെ ക്വസ്റ്റ്യൻ, 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതാണെന്ന് വെച്ചാൽ ദാരിദ്ര്യമില്ല, ലിംഗസമത്വം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. ഇത് നമ്മൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ഏതാണ്? മുകളിൽ പറഞ്ഞവ എല്ലാം എന്നാണ് ആൻസർ വരും. മുകളിൽ പറഞ്ഞവ എല്ലാം. 67-ാമത്തെ ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. സുരക്ഷിതത്വത്തിനുള്ള അവകാശം ഉണ്ട്. വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം. അങ്ങനെ ഒരു അവകാശം ഇല്ല. ശരിക്കും ഇത് തെറ്റാണ്. ഇത് തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഉത്തരം നോക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രസ്താവനയിൽ തെറ്റായിട്ട് അതാണ് ABC. അപ്പോൾ അതാണ് തെറ്റതാണ്. 67 ബി ആണ് വരിക അല്ലേ. ഗാർഹിക പീഡനം നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത് വെച്ചതാണ്? പരാതികൾ നൽകുന്നവരെയാണ് പ്രൊട്ടക്ഷൻ ഓഫീസറാണ് അല്ലെ. പ്രൊട്ടക്ഷൻ ഓഫീസർ. ഓപ്ഷൻ ഡി ആണ്. അടുത്ത കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നതിൽ ഏതാണ് വരിക? ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന ഏതാ വരിക എന്ന് വെച്ചാൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത, അതായത് മാക്സിമം 10 ആണ്. അതായത് ഒരു ചീഫ് ഇൻഫർമേഷൻ 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ. അപ്പോൾ ആദ്യത്തെ ഉത്തരം കിട്ടി. പിന്നെ ബാക്കി ഓപ്ഷൻ വായിക്കേണ്ട ആവശ്യമില്ല അല്ല. എന്താണ്? ടോട്ടൽ 11 പേരാണ് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അല്ലേ.
ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം അല്ലെ പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അല്ലെ ഏതാണ് ശരിയല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസതിയിലോ കുട്ടി സാധാരണ താമസിക്കുന്ന സ്ഥലത്തോ കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ അത് എടുക്കണം. അത് ശരിയാണ്. സബ് ഇൻസ്പെക്ടർ കുറയാത്ത റാങ്കിലാണ് എടുക്കുന്നത്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ, അതും ശരിയാണ്. ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാൻ പാടില്ല. അതുപോലെ അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കാൻ കുട്ടിയെ ഒരു കാരണവശാലും പ്രതിയോ സമയം. അപ്പോൾ ഇതും ശരിയാണ്. പക്ഷേ തെറ്റാവാൻ സാധ്യതയുള്ള ഇതാണ് 70 എന്താണ് ഒരു കാരണവശാലും ഒരു കുട്ടിയെയും ആ രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷൻ തടഞ്ഞു വെക്കാൻ പാടില്ല. അത് എന്താണ് തെറ്റായ പ്രസ്താവന. 70 C ആണ് എന്ത് വരിക തെറ്റായ പ്രസ്താവന വരിക. നെക്സ്റ്റ് മാത്സിൻ്റെ ആൻസർ ആണ്. നമ്മൾ മാത്സിൻ്റെ ആൻസർ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ് പറഞ്ഞു പോവുകയാണ്. 71ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? 71ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? 71 ആൻസർ എന്താണ്? 97 ആണ്. എന്ത് വരിക C ആണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഒറ്റയാൻ എന്ന് വെച്ചതാണ് ഓപ്ഷൻ C ആണ്. ഇത് വരിക ചാബാണ്. അതുപോലെ 73ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതും എന്താണ്? 73ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറും അർദ്ധഗോളാണല്ലേ. എന്താണ്? C ആ വരിക. ഓക്കെ. അതുപോലെ തന്നെ 74ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? 74ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ D ആണ്. എന്താണ്? തെക്കാണ് വരിക. 75 C ആണ്. 76 എന്താ വരിക? 76 D ആണ് വരിക. 77 എന്താ വരിക? 77 B ആണ്. 2500 ആണ്. 78ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? 78ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? A ആണ് വരിക. 78ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ A ആണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? 79 B ആണ്. 25/18 ആണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? 80ാമത്തെ ക്വസ്റ്റ്യൻ B ആണ് വരിക ആൻസർ. നെക്സ്റ്റ് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ആണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 81 C ആണ്. 82ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലുക്ക് ഓവർ A ആണ്. 83ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ B ആണ്. 84ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? 84ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ D ആണ്. 85ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 85 ഏതാണ്? 85 B ആണ് വരിക. 86ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 86 ഏതാണ്? D ആണ്. ദി യൂറോപ്യൻ അല്ലേ. അതുപോലെ തന്നെ 87ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് 87 A തന്നെയാണ്. 87 A ആണ്. 88ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 88 എന്താണ്? 88 C ആണ്. 89ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 89 D ആണ്. അതുപോലെ 90 എന്താണ്? 90 B ആണ്. 91 മലയാളത്തിലാദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. 91 മലയാളത്തിലാദ്യത്തെ 91ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? 91 ഏതാണ്? 91ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 1 ശരിയാണ്, 3 ശരിയാണ്. ഏതാണ്? 1, 3. 91 എന്താണ്? B ആണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം D ആണ്. 92 ഏതാണ്? പ്രേക്ഷകൻ അല്ലേ. 93ാമത്തെ ടെറിട്ടോറിയൽ ഡൊമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെറിട്ടോറിയൽ ഡൊമിനേഷൻ എന്ന് പറഞ്ഞാൽ പ്രാദേശിക ആധിപത്യം എന്നാണ് അല്ലേ. പ്രാദേശിക ആധിപത്യം എന്നാണ്. അതുപോലെ തന്നെ 94ാമത്തെ ക്വസ്റ്റ്യൻ ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്ന അർത്ഥം വരുന്ന ഏതാണ്? ഉണ്ട ചോറിൽ എന്ത് ചെയ്യരുത്? കല്ലിടരുത് അല്ലെ. ഉണ്ട ചോറിൽ കല്ലിടരുത്. അതുപോലെ 95ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? താഴെ തന്നിരിക്കുന്ന എല്ലാ പദങ്ങളും ശരിയായിട്ടില്ല. 95 എന്താ വരിക? 95 എന്താ വരിക? C ആണ്. മഹോന്നതം അല്ലേ. 96 ഏതാ വരിക? D ആണ്. 97 അല്ലേ. 97 ഏതാണ്? 97 പരാധീനം. 97 ഏതാണ്? C ആണ്. 97 C ആണ്. 98 അല്ലേ. മൊയ്ദിനി എന്ന വാക്കിന് സമാനമായ പദം ഏതാണ്? മേദിനി എന്ന് പറഞ്ഞാൽ ഏതാണ്? 98 ഏതാണ്? D ആണ് അല്ലേ. ഭൂമിയാണ്. 98 D ആണ്. വിലക്കി പ്ലസ് ഇല്ല ചേർത്ത് എഴുതിയാൽ എന്ത് കിട്ടും? വിലക്കിയില്ല അല്ലെ. വിലക്കിയില്ല. ലാസ്റ്റത്തെ 100ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? 100 ഏതാ വരിക? 100 C ആണ്. നമ്മളെല്ലാവരും ഇപ്പോൾ എക്സാം എഴുതിയവരൊക്കെ ചിന്തിക്കുന്ന ഇതിന് എത്ര കട്ട് ഓഫ് വരും, ഞാൻ ഈ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും ഡൗട്ട് വരിക. അപ്പോൾ കട്ട് ഓഫ് പറയാൻ നമ്മൾ ആധികാരികമായിട്ട് നമ്മളൊന്നുമല്ല, അതൊക്കെ ഡിസൈഡ് ചെയ്യുന്ന PSC ആണ്. റാങ്ക് ലിസ്റ്റിൽ എത്ര ആൾക്കാരും ഉണ്ട് എന്നുള്ള കാര്യം നോക്കിയിട്ടൊക്കെ ആയിരിക്കും കട്ട് ഓഫ് വരിക. എന്നാൽ നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ നിലവാരം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എക്സാം
അത്യാവശ്യം ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്ത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം സിമ്പിൾ എക്സാം എന്നൊന്നും പറയാനില്ല, ഒരു സ്റ്റാൻഡേർഡ് എക്സാം ആണ് ആക്ച്വലി ഈ ഒരു എക്സാം. നമ്മൾ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മൈൻഡിൽ വേണം. അതുകൊണ്ട് തന്നെ എന്താണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഒരു 500 ഒരു വലിയൊരു റാങ്ക് ലിസ്റ്റ് ഒന്നും ഇപ്പോൾ നമുക്ക് PSCൻ്റെ ഒരു ട്രെൻഡ് വെച്ചിട്ട് വലിയ റാങ്ക് ലിസ്റ്റ് ഒന്നും PSC പൊതുവെ ഇടാറില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഒരു ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത്യാവശ്യം നല്ലൊരു NJD ഒക്കെ നോൺ ജോയിനിങ് ഡ്യൂട്ടിയൊക്കെ NJD ഒക്കെ വരുന്ന ലിസ്റ്റാണ്. അതുകൊണ്ട് നല്ലൊരു റാങ്ക് കുറച്ച് ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്ത റാങ്ക് ലിസ്റ്റ് തന്നെ ഇടുന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ട് ഓഫിലോട്ട് നോക്കുകയാണെങ്കിൽ എക്സാം വിലയിരുത്തി കട്ട് ഓഫിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിൽ ഏകദേശം ഒരു ഇംഗ്ലീഷ് മലയാളം മാത്സിൻ്റെ 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം വലിയ ടഫ് എന്നൊന്നും പറയാനുള്ള ഒരു 7 മാർക്കൊക്കെ വെച്ച് നമുക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു 7 മാർക്ക് 3 ഏകദേശം ഒരു 7 മാർക്ക് വെച്ച് പോകുമ്പോൾ ഒരു 10, 21, 22 മാർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഈ പറഞ്ഞ മെയിൻ എക്സാം ചെയ്യുന്ന അത്യാവശ്യം PSC പഠിച്ച ഒരു ലെവലിൽ എത്തിയ ആൾക്കാരാണ്. ഒരു 21, 22 മാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ GKയിലോട്ട് വരികയാണെങ്കിൽ 70 മാർക്ക് GKയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഈ പറഞ്ഞ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഏകദേശം ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് ഏകദേശം അത്യാവശ്യം ആൾക്കാർക്ക് നന്നായിട്ട് പഠിക്കുന്നവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ 70+ ഏകദേശം 20 വരുമ്പോൾ ഏകദേശം ഒരു 70 ആ ഒരു റേഞ്ചിലായിരിക്കും പൊതുവേ ആ ഒരു റേഞ്ചിലോട്ട് എത്തും മാർക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ നമുക്ക് ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ പറ്റും. അപ്പോൾ അതിന് കുറച്ച് വേരിയേഷൻസ് വരാം മാർക്കിൽ. എന്നാലും ഒരു 70 ആ ഒരു റേഞ്ചിലാണ്. 70 അങ്ങോട്ട് പോകാം, അതുപോലെ തന്നെ 70 മുകളിലോട്ട് പോകാം, അതുപോലെ 70 താഴോട്ട് വരാം. ആ ഒരു റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് വരാനുള്ള ഒരു സാധ്യത. നമ്മളൊരു എക്സ്പെക്ടേഷൻ മാത്രം പറയുകയാണ്. ഇതൊന്നും അത് എത്ര ആൾക്കാർ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ള കാര്യം നോക്കിയിട്ട് മാത്രമേ PSC എപ്പോഴും കട്ട് ഓഫ് വരുള്ളൂ. അത് നമ്മൾ ഒരു 70 റേഞ്ചിൽ കട്ട് ഓഫ് വരാനാണ് സാധ്യത. അപ്പോൾ നമുക്കൊരു ജോലിയൊക്കെ കിട്ടണമെങ്കിൽ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ജോലി കിട്ടണമെങ്കിൽ അത്യാവശ്യം ഈ കട്ട് ഓഫ് മാർക്കിനേക്കാളും 3, 4 മാർക്ക് അധികം കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നമ്മളെപ്പോഴും സേഫ് ആയിട്ട് വരിക. ഓക്കെ, ഒരു സേഫ് ആയിട്ട് നമുക്കൊരു ജോലി ഉറപ്പിക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു എക്സ്പെക്ടേഷൻ പറഞ്ഞതേ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പഠിത്തം എന്ത് ചെയ്യുക, നിങ്ങൾ ബ്രേക്ക് ചെയ്യാണ്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങൾ അവിടെ വന്നോട്ടെ. ഇനി നമുക്ക് ഒരുപാട് എക്സാമുകൾ നമുക്ക് വരാനുണ്ട്. ഈ പറഞ്ഞ ASM ആണെങ്കിലും കമ്പനി ബോർഡ്, LGS, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, ബീവറേജ്, അതുപോലെ തന്നെ VF ഒക്കെ എക്സാം വരാനുണ്ട്. അപ്പോൾ ഒരിക്കലും അഡ്വൈസ് ലെറ്റർ കിട്ടാണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുന്നോ അല്ലെങ്കിൽ ഇതിൽ പെട്ടില്ല എന്ന് വെച്ചിട്ട് കുറച്ച് എക്സാം കുറച്ച് ബുദ്ധിമുട്ടായി എന്ന് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ പഠിത്തം എന്ത് ചെയ്യരുത്, ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങൾ അഡ്വൈസ് ലെറ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നന്നായിട്ട് എഴുതിയ ആൾക്കാർ ഒരിക്കലും ആത്മവിശ്വാസം കാണിക്കേണ്ട. അത് റാങ്ക് ലിസ്റ്റിൽ വരുമെന്നല്ല, നിങ്ങൾ ഈ പഠിത്തം എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ നമുക്ക് എക്സാമിന് പറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, നിരാശരാവരുത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഈ പഠിത്തം ഇതുപോലെ തന്നെ ഒരു ബ്രേക്ക് എടുക്കാണ്ട് എന്ത് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ കട്ട് ഓഫും കാര്യങ്ങളും നമുക്ക് കറക്റ്റ് PSCൻ്റെ കട്ട് ഓഫ് വരുമ്പോഴായിരിക്കും അറിയാൻ പറ്റുക. അതുകൊണ്ട് നിങ്ങൾ ഈ പഠിത്തം എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യാം.